ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിളായിട്ട് ഒരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിക്കും. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അതിലെ കുരുവൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി നമുക്ക് എടുക്കാം. കുരുവോട് അല്ല ഞാൻ അച്ചാറിടുന്നത്, കുരു ഒഴിവാക്കിയതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലെല്ലാം ചേർത്ത് കുറച്ച് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ശകലം മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടി 3 സ്പൂണ് കൂടെ ചേർക്കാം. നല്ല എരി വേണമെങ്കിൽ കൂടുതലിടാം. അതിനുശേഷം കായപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിൽ കുറച്ച് വിനാഗിരി 2 സ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് നമുക്ക് അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം, പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം നനവില്ലാത്ത കുപ്പിയിൽ നമുക്കിത് സൂക്ഷിക്കാം. അച്ചാർ എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ ആയിരിക്കണമെന്നുണ്ട്, എന്നാൽ അച്ചാർ ഒരിക്കലും കേടാവില്ല.